ഞാൻ ഇന്നലെ ഫിലിപ്പ് മമ്പാടൻ്റെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് പേജിൽ. അതായത് ഫിലിപ്പ് മമ്പാടൻ മോട്ടിവേഷൻ സ്പീക്കറാണ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഒരുപാട് ആരാധകരൊക്കെയുള്ള ഒരു മഹത് വ്യക്തിയൊക്കെയാണെന്നാണ് ഇത്രയും നാളും എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. അപ്പം അങ്ങേരുടെ അറസ്റ്റിനെ തുടർന്ന് അങ്ങേരുടെ ഭാര്യയും മകളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് വോയിസ് ഓഫ് മലയാളി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ അയാളുടെ ഭാര്യയല്ലെന്നും ഇവർ ഡിവോഴ്സായിട്ട് 4 വർഷമായിട്ട് മറ്റൊരാളോടൊപ്പമാണ് ജീവിക്കുന്നത്, കറക്റ്റ് പ്രൂഫോട് കൂടിയാണ് വോയിസ് ഓഫ് മലയാളി അതിൽ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഡിവോഴ്സ് പേപ്പറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ ആ ഒരു പ്രൂഫും കാര്യങ്ങളും ഒന്നും ഞാൻ വെക്കാഞ്ഞത് അത് അവരുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് എനിക്കത് വെക്കണം എന്ന് തോന്നിയില്ല. എന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് കാര്യങ്ങൾ. ഇതെല്ലാം പുറത്ത് കൊണ്ടുവന്നത് വോയിസ് ഓഫ് മലയാളി എന്ന ഫേസ്ബുക്ക് പേജിൽ ജെറിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ പോയി കണ്ടാൽ ഈ ജെറിൻ എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഞാനത് കുറച്ച് ആഡിയോ ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ നമ്മളെ വന്ന് തെറി വിളിക്കുകയാണ്. നീ കണ്ടോ, നീ പിടിപ്പിക്കാൻ നേരം ഉണ്ടോ എന്ന്. നിൻ്റെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളില്ലേ, നീയൊക്കെ 16 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മുഖം ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇമ്മാതിരി കമൻറ്റുകളും തെറി കമൻറ്റുകളൊക്കെ ഇടാനായിട്ട്. ഈ പോലീസ് നിയമങ്ങളും ഒന്നും വെറുതെ അല്ല, വെറുതെ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് കൊച്ച് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ല കൊടുത്തത്. സ്കൂളിൽ കൗൺസിലിംഗ് നടന്നപ്പോൾ അവിടെയാണ് ഈ കൊച്ച് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത്. അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ, നിയമ നടപടികളൊക്കെ തുടർന്നത്. എന്നിട്ടും അന്വേഷണത്തിന് ശേഷമാണ് അറസ്റ്റിലേക്ക് പോലീസുകാർ പോയത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ കമൻ്റ് ഇടാൻ നിനക്കൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യുമോ? ന്യായീകരിച്ചുകൊണ്ട് മുൻ ഭാര്യയും മകളും വന്നപ്പോൾ അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒരുപാട് പേര് ഈ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ അറിയുന്നവരെ കോൺടാക്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടും കുറച്ച് പ്രൂഫുകളൊക്കെ തരും. അപ്പം നമ്മളിതൊരു ഫാമിലി, ഒരു കുടുംബകഥയൊന്നും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അലക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത്. പിന്നെ ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ ഡിവോഴ്സിൻ്റെ കാര്യവും ഇവരുടെ ഇപ്പോഴത്തെ ഭർത്താവല്ല, വിവാഹം കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദർ ആയിട്ടാണ് 4 വർഷമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു വോയിസും ഞാൻ പങ്കുവെച്ചിരുന്നത്. അയാളുടെ കുറച്ച് വോയിസ് റെക്കോർഡുകൾ പങ്കുവെച്ചപ്പോൾ അത് AI ആണെന്ന് പറഞ്ഞു കളഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പം ഭാര്യയുടെ ഡിവോഴ്സിനെ കുറിച്ചിട്ടും ഈ ഭാര്യ ഡിവോഴ്സ് ചെയ്തപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടൻ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ ക്യാഷ് സെറ്റിൽമെൻറ്റ് പൈസയായിട്ട് ഇവർക്ക് കൊടുത്തു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയും നല്ലൊരു തുക കൊടുത്തിട്ടാണ് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരാളോട് കൂടി ലിവിങ് ടുഗദറായിട്ട് താമസിക്കുകയും പേര് മാറ്റുകയും ആധാർ കാർഡ് ഉൾപ്പെടെ പ്രൂഫുണ്ട്. അപ്പോൾ ഈ വോയിസ് ഓഫ് മലയാളി ജെറിനുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ അവിടെ കെട്ടു ഇവിടെ കെട്ടു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പിന്നെ നീയൊക്കെ എത്രയൊക്കെ ബാഡ് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും 1 ഇഞ്ച് പോലും പിന്നോട്ട് ഞാൻ പോകത്തില്ല. സത്യത്തിനൊപ്പം മാത്രമേ അന്നും നിന്നിട്ടുള്ളൂ, ഇന്നും നിൽക്കുന്നുള്ളൂ, ഇനി എപ്പോഴും നിൽക്കത്തുള്ളൂ. നീയൊക്കെ പേപ്പട്ടി കുറയ്ക്കുന്ന പോലെ കുറച്ചെന്ന് പറഞ്ഞാലും ചങ്കൂറ്റത്തോടെ ഞാൻ പറയും, ഞാൻ ആ 16 വയസ്സുള്ള ആ പെങ്കൊച്ചിനൊപ്പമാണ്, അവൾക്കൊപ്പം.